വെച്ചു. ഒന്നാങ്കിളി പൊന്നാങ്കിളി വന്നാങ്കിളി മാവിന്മേൽ രണ്ടാങ്കിളി കണ്ടു കൊതി കൊണ്ടുവരവുണ്ടപ്പോൾ മൂന്നാങ്കിളി നാലാങ്കിളി എണ്ണാത്തതിലേറെ കിളി അങ്ങട് കൊത്തിങ്ങട് കൊത്താൻ. കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളിക്കൊത്താ തേൻപഴമേ തളിർച്ചുണ്ടിൽ പുത്തിരി മുത്തായി ചിപ്പിയിൽ എന്നെ കാത്തുവച്ചു. എന്നെ കാത്തുവച്ചു. ഒന്നാങ്കിളി പൊന്നാങ്കിളി വണ്ണാങ്കിളി മാവിന്മേൽ രണ്ടാങ്കിളി കണ്ടു കൊതി കൊണ്ടുവരവുണ്ടപ്പോൾ മൂന്നാങ്കിളി നാലാങ്കിളി എണ്ണാത്തതിലേറെക്കും അങ്ങോട്ട് കൊത്തിങ്ങോട്ട് കൊത്തായി. ചിപ്പിയിലെന്നെ കാത്തുവച്ചു. ഒന്നാങ്കിളി പൊന്നാങ്കിളി വന്നാങ്കിളി മാവിന്മേൽ രണ്ടാങ്കിളി കണ്ടു കൊതി കൊണ്ടുവരവുണ്ടപ്പോൾ മൂന്നാങ്കിളി നാലാങ്കിളി എണ്ണാത്തതിലേറെ കിളി അങ്ങോട്ട് കൊത്തിങ്ങോട്ട് കൊത്താൻ. കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളിക്കൊത്താ തേൻപഴമേ തളിർച്ചുണ്ടിൽ പുത്തിരി മുത്തായി ചിപ്പിയിലെന്നെ കാത്തുവച്ചു. നമ്മുടെ റൈക്ക കുട്ടിയാണ് വരാൻ പോകുന്നത്. വിളിച്ചാലോ? അമ്പത്തൂർ സിംഗം വിദ്യാസാഗർ സാറുടെ ഹിറ്റ്സ് റൗണ്ടില് റൈക്ക കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം റൈക്ക ബേബി ഓൺ സ്റ്റേജ്. என்ன சொல்றே? ഒന്നും ചൊല്ലലേ. ഒന്നും சொல்லலையே, அதாவது சொல்லுங்க. ദേ വരുന്നു എന്റെ ഐശ്വര്യ റായ്. അതെ അതെ. യെസ്. ഇപ്പൊ റൈക്ക എന്ന് പറഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടാ. അമ്പത്തൂർ സിംഗം എന്ന് പറഞ്ഞാൽ സിംഗം സിംഗം സിംഗിളാതാൻ വരും. அப்படியா? கரெக்டா? இது கரெக்ட். അതിന്റെ ഒറിജിനൽ ഒറിജിനൽ. എന്ന് പറഞ്ഞു. മതങ്ങൾ പറ. சிங்கா சிங்கிளா தான் வரும். பண்ணீங்க கூட்டமா தான் வரும். എന്തൊക്കെ കഴിവുകളാണ് ഈ മനുഷ്യനിൽ ഒളിപ്പിച്ചു അതെ, വെച്ചിരിക്കുന്നത്. ഹിഡൻ ടാലൻസ് മൊത്തം മതങ്ങളുടെ. അപ്പൊ സിംഗിൾ ആയിട്ട് വന്ന സിംഗം ഇന്ന് ഏത് പാട്ടാണ് പാടുന്നത്? പൂഞ്ചിലിന് മേലെ ഊഞ്ഞാലിടും. Summer in Bethlehem. മൂവി സമർ ഇൻ ബെത്ലഹേം ഇയർ 1998. പാടിയത് ചിത്രാമ്മ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, കമ്പോസർ വിദ്യാസാഗർ സാർ. வெரி குட். ജൽദോഷ് മാറിയോ? ഇല്ല இல்ல இல்லை. என்ன பண்ண போறோம்? அது அது கூட இந்த மாதிரி இருக்கு இல்ல? என்ன கோல்? ടീമിൽ എടുത്തിട്ട് இருக்கல. അത് இப்படி இருக்கும், நம்ம பாடாக்கி இருக்க முடியாதே. നമുക്ക് ഗോൾഡിന് അടുത്ത് പറയാം. എന്ത് പറയാം? ഗെറ്റ് ലാസ്റ്റ്. അത്രേ ഉള്ളൂ. என்ன சிம்பிள் இல்ல? ஆமா சிம்பிள், ரொம்ப சிம்பிள். ரொம்ப சிம்பிள். ஆனா வரது ரொம்ப சிம்பிளா தான் வரும். ஆனா போறது ரொம்ப கஷ்டமா ஆமா போறது. கரெக்ட். அப்படியா? கரெக்ட். வரத
അങ്ങനെ எப்படி வருதுன்னே தெரியாது தெரியாது. பட் போனோம்னா we have to put effort. Yes, yes. ആ പോയിന്റ് അതെ അതെ വാലിഡ് പോയിന്റ് റൈക്ക വെരി வரது ரொம்ப எஃபர்ட் போடாக்கி அது வருது. വെറുതെ അല്ലേ ശരിയാ இன்னொன்னு எனக்கு சொல்றதுக்குண்டே என்னாச்சு? എന്താ? என்ன நான் சொல்ற? வந்து அம்பிளிக்கொம்பத்தை வந்து வடக்கந்திரையில கோவில்ல இருக்கிற மேல்சாந்திக்கு வந்து டெடிகேட் பண்ணேன் இல்லையா, ഉം. அது கழிஞ்சிட்டு அந்த பாட்டு கழிஞ்சிட்டு அப்பாவும் அம்மையுமா அந்த கோவிலுக்கு போனா. ஆஹா. அந்த கோவிலுக்கு போனப்போ அவர் வந்து எனக்கு வேண்டி ஒரு ட்ரெஸ் ஓ. அம்மனோட கால்ல பூஜை பண்ணி வச்சிருந்தார். ആഹാ. அப்போ அவருக்கு என்னோட பாட்டு ரொம்ப பிடிச்சது சொன்னார். ஸோ அது எனக்கு ரொம்ப பிளெஸ்ஸிங்கா இருந்தது. அப்படியா? அதுக்கப்புறம் கிரீஷ் புத்தஞ்சேரி சார் இருக்கார் இல்லையா, ஆமா. கிரீஷ் புத்தஞ்சேரி சார என்னோட அப்பா ஒரு ஞானி மரியாக்கும் பாக்குறான். அது ம். அவர் எழுதுற லிரிக்ஸ் எல்லாமே அப்பாவோட லைஃப்ல நடந்திருக்குன்னு அப்பா நடந்த விஷயமா? சொல்லுவாங்க. ഓ ராத்திங்கள் பூத்தாலி சார்த்தி இருக்கு சார்த்தி. இல்லையா, அதான் அப்பாவோட லைஃப்ல நடந்திருக்கா திங்கள் பூத்தாலி. ஆ, ஓ, അപ്പൊ അത് അവര് வந்து- അവര് പോട്ടിരിക്കുന്നത് എന്ന് തിങ്കൾ പൂത്താലി താനേ அது அது எப்படி? അതെപ്പടി അതില് അനുപല്ലവി പാരിഴുൾ ഇത് വീഴും പല്ലവിയെ പറ്റിയാണല്ലോ പറഞ്ഞത്, ശരിയല്ലേ? അല്ല, ആ പാട്ടിനെ പറ്റിയാ പറഞ്ഞത്. അല്ല അതിന്റെ അനുപല്ലവി പാരിഴുൾ വീഴുമി നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമി. പൗർണമി. എന്റെ ഒരു ഫാമിലി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. എന്റെ വൈഫ് എന്റെ വീട്ടിൽ കയറി വന്നത് മുതൽ അത് ചേഞ്ച് ആയി. ஓகே. അപ്പോ എന്റെ വൈഫ് വന്ന പിന്നെയാണ് നമ്മൾ നല്ല രീതിയിൽ ഇരുന്ന ഫാമിലി ബിസിനസ് ഒക്കെ പോയി അങ്ങനെ വീട് വിൽക്കുന്ന ഒരു സ്ഥിതിയിലായിരുന്നു. പക്ഷെ എന്റെ കല്യാണം തീർച്ചയായ ശേഷം മുതൽ there is a lots of change. എന്റെ വൈഫ് വന്നു, വീട്ടിലേക്ക് വന്ന മഹാലക്ഷ്മി. മഹാലക്ഷ്മി. അപ്പൊ ഞാൻ എപ്പോഴും പറയും ദാറ്റ് ഗിരീഷ് പുത്തഞ്ചേരി സാർ എഴുതിയ ആ ലിറിക്സ് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. ഞാൻ എന്റെ വൈഫിനോട് ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല, ബട്ട് ഈ അത് വേദിയിൽ പറയണ്ടേ? പറയാൻ ആ, ഈ open ആയിട്ട് വേദിയിലൂടെ പറയാം. ഞാൻ പറയുന്നു. ഞാൻ റൈറ്റിനോട് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലായിട്ട്. ഉള്ളിൽ മനസ്സിലാക്കിയിട്ട് എഴുതുന്നതാണോ? തീർച്ചയായിട്ടും. പക്ഷെ ഗിരീഷേടൻ പറഞ്ഞതിന് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് ഞാൻ പറയും. എന്താ വെച്ചാ അന്ന് പറഞ്ഞില്ലേ ആ പാദങ്ങൾ അവിടെ തൊട്ടപ്പോൾ പൗർണമിയായെന്ന്. റൈക്ക വന്നേ പിന്നെ എല്ലാ ദിവസവും പൗർണമിയായി. Yes. அப்பா ஒரு கிரேட் லிசனர் ஆக்கும். அப்படியா? വണ്ടർഫുൾ. സോ ടുഡേസ് ലിസണർ ഓൾ ദി ബെസ്റ്റ്. தேங்க்யூ. ഇപ്പൊ നമ്മൾ Okay. ലിസൺ ചെയ്യാം. നമ്മൾ ലിസൺ ചെയ്യാൻ நீங்க லிசன் பண்ணி கேட்டு கேட்டு கத்துண்ட பாட்டு இன்னைக்கு கேட்கலாம். Okay. ஓகே, தேங்க்யூ. മലർച്ചിറകിൽ പറന്നുയരാൻ ആഘോഷമേ ഒഴിവുകാലം പൂഞ്ചില്ലമേൽ ഊഞ്ഞാലിടും പുലർക്കാലമേ സുഖമല്ലയോ.
ചിറകിൽ പറന്നുയരാവ് ആഘോഷമേ ഒഴിവുകാലം. നൈസ് നൈസ് ഗുഡ് ഗുഡ്. ഇറ്റ് ഇസ് ഹോളിഡേ ടൈം അല്ലേ? ஆமா. ഒഴിവുകാലം. ഉം. ഒഴിവുകാലത്തിൽ എവിടെ പോறது സാധാരണ? நாங்க வந்து ஊட்டிக்கு ஒருக்கா போனோம் சம்மர் ஹாலிடேஸ்ல. ഓക്കെ, அப்போ வந்து ஒரு கோஇன்சிடென்ஸ் நடந்தது. എന്നത്? Ria was 6 months. Hmm. I was 6 years. Hmm. And Party was 60 years. ആഹാ. ഓ. RRR. 660. அப்போ ஊட்டிக்கு போறது என்னோட அப்பாவோட அம்மையை தான் கூட்டிட்டு போனோம். ஆனா நெக்ஸ்ட் டைம் ஊட்டிக்கு போறது என்னோட அம்மையும் அப்பாவையும் கூட்டிட்டு போலாம்னு இருக்கும். ஓ, അടുത്ത நீங்க தான் கூட்டிட்டு போறீங்க. വേറെ എങ്കെല്ലാം പോർക്ക്? வேற சம்மர் ஹாலிடேஸ்ல சென்னையில வந்து ஸ்விம்மிங் கிளாஸஸ் எல்லாம் நிறைய இருக்கும். സ്വിമ്മിങ് யா, എപ്പോ കത്തുന്നത്? நான் வந்து 1 year before. நல்லா ஸ்விம் பண்றீங்களா? பண்ணுவீங்களா? நான் வந்து ஒரு 8-9 months தான் ஆச்சு ஸ்விம்மிங் கத்துட்டு. நானும் என்னோட ஃப்ரெண்டு ராகேஷ் ஜியும் அது மாதிரி ஜான் மாத்தாய் அந்த மாதிரி ஒரு டீம் வந்து ஸ்விம்மிங் ஸ்குவாட்னு சொல்லி இந்த மாதிரி അത് കൊള്ളാം. അടിപൊളി കേട്ടോ. അത് കൊള്ളാം. ഇപ്പൊ ചേട്ടൻ അറിയോ, നീന്താൻ അറിയോ? ആ, എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയാം. എനിക്കും അറിയാം. அங்க வந்து எனக்கு ஃப்ரண்ட் ஸ்ட்ரோக், பேக் ஸ்ட்ரோக், பிரஸ்ட் ஸ்ட்ரோக், ബട്ടർഫ്ലൈ இந்த மாதிரி varieties எல்லாம் தெரியுமா? ஓ, ஓகே ஓகே. 15 டேஸ்க்கு உள்ள படிச்சேன். அதான் இந்த சௌந்தரியத்தோட രഹസ്യം. രഹസ്യം. ഓ, ശരി ശരി ശരി. ரொம்ப ബ്യൂട്ടിഫുൾ ആയിരുന്നത് Thank you. പാടുന്നത്. Thank you. പിന്നെ ചില ഇടങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. Thank you. സുഖമല്ലയോ, ഭയങ്കര സുഖമായിരുന്നു. Thank you. എവിടെയൊക്കെ സുഖമല്ലയോ പാടിയോ അത് കേൾക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും കാത്തിരിക്കുകയാണ് ഈ പാട്ടിൽ തന്നെ. Thank you. പിന്നെ ലേസി ആയിട്ട് പാടിയ ചില ഇപ്പൊ പോക്കുവെയിലായി എന്നുള്ളത് ഒരു ലേസി ആയിട്ട് പാടിയില്ലേ, ദാറ്റ് വാസ് സൂപ്പർ കേട്ടോ. Thank you. ഓഫ് കോഴ്സ് ലേസി ആകുമ്പത്തേക്ക് ഒരു കാര്യമുണ്ട്, ശ്രുതി പോകാൻ പാടില്ല, അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ശ്രുതി ചേർന്ന് ലേസി ആവുന്നതാണ് അതിന്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. പിന്നെ കാട്ടുകുയിലായി എന്ന് പാടിയില്ലേ, എങ്ങനെയുണ്ടായിരുന്നു? അത് ലേസി ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. ഓ, താങ്ക് യു. അത് ലേസി ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. താങ്ക് യു. അത് ഈസി ആയിരുന്നു. പാദസരമായി എങ്ങനെ പാടി? അത് നന്നായി പാടി. സൂപ്പർ ആയിരുന്നു. ഓ, താങ്ക് യു. രക്ഷപ്പെട്ടു. എനിക്ക് ഒരു ടെൻഷൻ, ഞാൻ മാർക്ക് ചെയ്തത് കറക്റ്റ് അല്ലേ? ആ കൊണ്ടുവാ എന്ന് പാടിയത് എന്തോ 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 ഒരു എന്തൊരു പോലെ അതൊന്ന് പാടി. കാറ്റേ കോലക്കുഴലും കൊണ്ടുവാ. വാ വാ. ശ്രുതി ചേരണം വാ. വാ. ആ അങ്ങനെ വരുമല്ലോ കാറ്റ്. Yes. ഒരു നാച്ചുറൽ പെർഫോമർ ആണെന്ന് തെളിയിച്ച ഒരു പെർഫോമൻസ് ആണ്. Thank you. And that is great. Thank you. റൈക്ക, ரொம்ப நன்றி. Thank you. ரைக்கா குட்டி ஓ, சூப்பரா பாடுனீங்க. thank you. நல்லா இருந்தது. Thank you. நிறைய இடங்கள் ரொம்ப நல்லா இருந்தது. Thank you. அதெல்லாம் அவரு சொல்லிட்டாலே. அந்த அக்ஷரங்கள் வார்த்தைகள் தான் கொஞ்சம் கவனமா பார்க்கணும். Okay. கந்தர்வன், ഗന്ധർവൻ, ஆகோஷம், ആഘോഷം, சுகம், സുഖം, சுகமல்லையோ, സുഖം. அந்த டைனாமிக்ஸ் எல்லாம் கொடுத்து எனக்கு ரொம்ப பிடிச்சது. Thank you. நீலமல்ல தன் பாதசரமாய், இது கொஞ்சம் ஸ்ருதி ப்ராப்ளம், பாதசரமாய். அப்புறம் இந்த கந்தர்வனும் சுகமல்லையோ கரணத்துல அதெல்லாம் கொஞ்சம் அதெல்லாம் தான் கொஞ்சம் ஸ்ருதி பிரச்சனை. Okay. ஆனா இப்ப ஒரு சொன்ன மாதிரி ரொம்ப நல்லா பெர்ஃபார்ம் பண்றாங்க. Thank you. நல்ல அந்த டான்ஸ் ஸ்டெப்ஸ் எல்லாம் சூப்பரா இருந்தது. Thank you. ரொம்ப நல்லா இருந்தது, ரொம்ப அழகா இருந்தது. Thank you. கிரேஸ் நல்ல கிரேஸ் இருந்தது அந்த மூமெண்ட்ஸ்ல. Thank you. அப்புறம் பாக்குறதுக்கு ரொம்ப அழகா இருக்கலே. Thank you. அவ்வளவுதான், ரொம்ப பிடிச்சிருக்கு. ஓகே, Thank you. റൈക്ക ബേബി, Oh, ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. thank you. നല്ല അഴകാ പെർഫോം പണ്ണീങ്ക. Thank you. യെസ്. എനിക്ക് ഇന്ന് ഇഷ്ടപ്പെട്ട ഒരു 4-5 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഇഷ്ടപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളേ, ബാക്കിയൊക്കെ MJ സാറും ചേട്ടനും പറഞ്ഞു. എനിക്ക് ഓവറോൾ വോക്കലിന്റെ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. മൊത്തത്തിൽ പഴയ പെർഫോമൻസസ് കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടലി വോക്കലിന്റെ സ്ട്രെങ്ത്തിന് നല്ലൊരു എന്താ പറയാ, ഒരു പോഷകാഹാരം കിട്ടിയ പോലത്തെ ഒരു സാധനം വന്നിട്ടുണ്ട്. വിച്ച് ഇസ് ഗുഡ്, Thank you. സോ ഗുഡ്. കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. അതാണ് അത് ആ ജേർണി കറക്റ്റ് ആണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. സോ വോക്കൽ സ്ട്രെങ്ത് ഇസ് അപ്പ്. 2, ഈ പാട്ടിലത്തെ ഡൈനാമിക്സിന് കുറച്ചും കൂടെ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് റൈക്ക ബേബി. എന്നിട്ട് യു ആർ ട്രൈയിങ് ടു പുട്ട് മോർ, യു ആർ ട്രൈയിങ് ടു ബ്രിങ് ഔട്ട് യുവർ സെൽഫ്, ട്രൈയിങ് ടു ലേൺ യുവർ ലിമിറ്റ്സ്. റൈക്ക കുട്ടിയുടെ ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതും
പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രമിക്കുന്നുണ്ട്, അത് പുഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആ ലിമിറ്റ്, ഉം. വിച്ച് ഇസ് അമേസിങ്. താങ്ക് യു ഓക്കെ, മൂന്നാമത്തെ കാര്യം, നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ട് പാട്ടിൽ. താങ്ക് യു ആ ഇൻവോൾവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ആ നല്ല പെർഫോമൻസ് നമുക്കിന്ന് കിട്ടിയത്. ഓക്കെ, ഫോർത്ത് ഇസ് അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്. താങ്ക് യു സോ ഇത്രയും പ്രോഗ്രസ് ഇസ് റിയലി ഗുഡ്, താങ്ക് യു അടിപൊളിയാണ്. Thank കീപ് you. ഗോയിങ്, ഇതുപോലെ തന്നെ പോവുക. ഇനിയും കൂടുതൽ കൂടുതൽ പാട്ടുകൾ പഠിക്കുന്നതിന് നമ്മൾ എന്താവും, സൂപ്പർ ആവും. ആ. യെസ്, യെസ് ഓൾ ദി ബെസ്റ്റ് ബേബി. താങ്ക് യു ഏറ്റവും നല്ല കമന്റ്സ് വരുമ്പോൾ നമ്മൾ കൈയടി കൊടുക്കണം. നമ്മളെ ക്യാപ്റ്റൻ ഒരു കൈയടി കൊടുക്കണം. അപ്പൊ റൈക്ക ബേബി, ഓ your score is 97 out of 100. താങ്ക് യു ഊഞ്ഞാലിടും റൈക്ക ബേബി ഹാപ്പി അല്ലേ? ചുമയൊക്കെ കുറഞ്ഞോ? കുറഞ്ഞിട്ടില്ല, എനിക്കും കുറഞ്ഞിട്ടില്ല. ഓൾ ദ ബെസ്റ്റ്. വേഗം കുറയും കേട്ടോ. ബൈ. Ta-ta, good night. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സുഖമായോ നമുക്കിന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ടോപ്പ് സിംഗർ കാണുന്ന, ടോപ്പ് സിംഗറിന് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. 1,00,000 കോടി രൂപയുടെ ബിസിനസ് കൈവരിച്ച രാജ്യത്തെ ആദ്യത്തെ മിസ്ലേനിയസ് നോൺ ബാങ്കിങ് കമ്പനി ആയിട്ടുള്ള, കേരളത്തിന്റെ, നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ടുള്ള KSFE-യുടെ MD ഡോക്ടർ സനിൽ SK സർ ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സർ, പ്ലീസ് വെൽക്കം. ഹായ് സർ, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സനിൽ സർ, അദ്ദേഹത്തിന് എനിക്ക് നേരത്തെ തന്നെ അറിയാം. സ്വാഗതം ടോപ്പ് സിംഗർ സീസൺ 6-ലേക്ക്. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. വെൽക്കം, വെൽക്കം. നമസ്കാരം. കേരളത്തിന്റെ ഒരു ആസ്വാദന ലോകം പലപ്പോഴും ഫ്ലവേഴ്സിലേക്ക് സന്ധ്യാസമയങ്ങളിലൊക്കെ തന്നെ അതിനുശേഷമുള്ള സമയങ്ങളിൽ ചുരുങ്ങാറുണ്ട് എന്നുള്ളൊരു അഭിപ്രായം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരിപാടിയുമായി സഹകരിക്കുന്നതിനും അവിടെ നേരിട്ടെത്തി അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ആസ്വാദനത്തിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഫീൽ അത് ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രമിച്ചത് തീർച്ചയായിട്ടും ബോധപൂർവമാണ്. അപ്പോ ആ നിലയിലാണ് എന്റെ ഒരു വരവിനെ ഞാൻ സ്വയം വിലയിരുത്തുന്നത്. ഉറപ്പായിട്ടും സാർ എന്തായാലും നല്ലോണം എൻജോയ് ചെയ്യും. ഇവിടുത്തെ പാട്ടുകാരൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് ഓരോ പാട്ട് പാടി തരാനായിട്ട്. വെരി ഗുഡ്. അപ്പൊ സാർ, നമുക്ക് അവിടെ ഇരുന്ന് ബാക്കി പാട്ടുകളൊക്കെ കേൾക്കാം, ശരി, കുറെ ശരി. വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. തീർച്ചയായിട്ടും, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. MJ അങ്കിൾ, നമ്മുടെ കുഞ്ഞ്. അതെ, നമ്മുടെ ശിവഗാമി കുട്ടി എത്തുകയാണ്. Yes. സോ ലെറ്റ്സ് വെൽക്കം ശിവഗാമി കുട്ടി ഓൺ സ്റ്റേജ്. അയ്യോ, അയ്യോ, Beauty, beauty. നല്ല രസം. ബൊമ്മ. മഞ്ഞക്കിളി. മറ്റേ ഷോക്കേസിലൊക്കെ കൊണ്ടുവെക്കത്തില്ലേ, അതുപോലെ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ 100 പിന്നെയും 100 നീ കൂട്ടേണ്ടി വരുമോ? കൂട്ടേണ്ടി വരുമോ? ശിവഗാമി കുട്ടിക്ക് വേണ്ടി മാത്രം നമ്മൾ മാർക്ക് കൂട്ടുന്നു. ഇപ്പൊ എത്ര 100ആയി? 600 ആയി. 600 600. എനിക്ക് തോന്നുന്നു 6 സെഞ്ചുറി. Yes. അയ്യോ, സച്ചിൻ തെണ്ടുൽക്കറിന് പോലും പറ്റിയിട്ടില്ല. ഇന്ന് ഏതാണ് പാട്ട്? സൂര്യനായി തഴുകി ഉറക്കം കാരണം അത് പറയുമ്പോ തന്നെ ആ വാക്കുകൾക്ക് എന്തെങ്കിലും വേദനിക്കോ? വേദനയാവോ? ഒന്നും വരരുത്. പിന്നെ ഇതെന്റെ അച്ഛന് വേണ്ടിയാണ് ഞാൻ പാടുന്നത്. അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം, എനിക്ക് മനസ്സിലായി. അപ്പൊ അമ്മ രണ്ടുപേരും അല്ലെ, രണ്ടുപേരോടും ആണ് ഇഷ്ടം അല്ലെ. ഈ പാട്ടിലെ അച്ഛനോടാണ്, അച്ഛനോടുള്ള ഇഷ്ടമാണ് പറയണത്. വെരി ബ്യൂട്ടിഫുൾ സോങ്. താങ്ക് യു. വിദ്യാജി റൗണ്ടിലല്ലേ? അപ്പൊ ലിറിക്സ് ആരാ? ലിറിക്സ് കൈതപ്രം സാറ്. കൈതപ്രം സർ. വർഷം 2000. ഉം. സിനിമ സത്യം ശിവം സുന്ദരം. ഉം. പാടിയത് ബിജു നാരായണൻ സാറ്. Yes. ബിജു പാടിയ ഉഗ്രം പാട്ടാണ്. ബിജു. ഒരു കവിത ബിജു അല്ലേ? സൂപ്പർ ആയിട്ട് പാടിയിരിക്കുന്ന ഒരു സൂപ്പറായിട്ട് പാട്ടാണ്. പാടിയിട്ടുണ്ട്. ഇത് തന്നെ ചിത്ര ചേച്ചിയും പാടിയിട്ടുണ്ട്. ബിജു ഒരു ഉഗ്രൻ പാട്ടുകാരൻ. അതെ അതെ അതെ. എനിക്ക് ഭയങ്കര, എന്റെ മധുവിനെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുകാരനാണ് ബിജു നാരായണൻ. അപ്പൊ ബിജുവിന് ഒരു വലിയ ഹായ്. ഹായ് ബിജു. അപ്പം ഓൾ ദി ബെസ്റ്റ് ശിവഗാമി കുട്ടി. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. കല്ലെടുക്കും കളിത്തുമ്പിയെ പോലെ ഒരുപാടു
എനിക്കിഷ്ടം. അമ്മക്കുട്ടി, എന്തോ എന്ത് ഫീലായിരുന്നു പാട്ടിന്. സൂപ്പറായിട്ട് പാടി ആ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഫീല് കൊടുത്തത്. പിന്നെ അച്ഛനെയാണല്ലേ ഇഷ്ടം കൂടുതൽ? അമ്മയാണോ? അല്ല അമ്മേനെയാ. പാട്ട് കഴിഞ്ഞപ്പോ മാറ്റി പിടിച്ചോ? അതെ. ആ ആദ്യം അങ്ങനെയല്ല പറഞ്ഞേ. ഓക്കെ, രണ്ടുപേരും ഒരുപോലെ അല്ലേ? എനിക്ക് ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് ചരണം വളരെ ഇഷ്ടപ്പെട്ടു. എഴുതുമീ സ്നേഹാക്ഷരങ്ങൾക്കും അപ്പുറം എന്നുള്ള ഭാഗം നല്ല ഭാവം കൊടുത്ത് പാടി. അവിടെ എല്ലായിടത്തും പൊതുവെ എല്ലായിടത്തും മോള് അതിലും മിടുക്കിയാണ്. കുറവുള്ള ഗായികയാണ്. പക്ഷെ ഇന്ന് ചില ചെറിയ 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 സ്ലിപ്സ് അവളുടെയൊക്കെ ഉണ്ടായി. സൂര്യനായി എന്നുള്ളിടത്ത് സംഗതി പാടുമ്പോൾ സെക്കൻഡ് ടൈമിലൊക്കെ. പിന്നെ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്നുള്ളിടത്ത് ആ ബേസ് കുറച്ചും കൂടി ക്ലാരിറ്റി വേണം തോന്നി. പിന്നെ അച്ഛൻ കേട്ടോ, അച്ഛനല്ല അച്ഛൻ. പിന്നെ എന്നും എൻ പുസ്തകത്താളിൽ മയങ്ങുന്ന സെക്കൻഡ് ടൈം. അനൂപേ ഒന്ന് പാടിയേ. എന്നുമെൻ പുസ്തകത്താളിൽ മയങ്ങുന്ന ആഹാ നന്മതൻ പീലിയാണച്ഛൻ. വെരി ഗുഡ് അനൂപ്. Thank you, ആ പിന്നെ അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന തുണ്ടുപല്ലവി, അതുപോലെ തന്നെ സൂര്യനായി സ്ലിപ്പായി, ലാസ്റ്റ് ചരണത്തിലും സ്ലിപ്പായി. ആ സ്പീഡിൽ പാടുന്ന സംഭവം ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഫീലാണ് മോള് പാടുമ്പോൾ. അത് അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും ചില ഭാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ, പാടുന്ന കേൾക്കുമ്പോൾ. വിദ്യാജിയുടെ പാട്ടിലെ പ്രത്യേകത എന്ന് വെച്ചാൽ മിക്കതും ലോങ് ഫ്രേസസ് ആയിരിക്കും. ശ്വാസം എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇതിപ്പോ സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം.
ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ അങ്ങനെ ലോങ് ഫ്രേസസ് ആണ് വരുന്നത്. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. അപ്പൊ അങ്ങനെ ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു മിക്ക പാട്ടുകളിലും അങ്ങനെയുണ്ട്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എവിടെയാണ് ശ്വാസം എടുക്കാനുള്ള ഗ്യാപ്പ് നോക്കി. മോള് അതിൽ വളരെ ബ്രില്യന്റ് ആണ്. അതെ, കറക്റ്റ് ഇരട്ട അക്ഷരം വരുന്നില്ലേ, ഇത്ത അച്ഛ, അത് വരുന്ന സമയത്ത് ഉറക്കമോണർ തൂമിൻ എന്ന് പറയുന്ന അതെ, സ്ഥലത്ത് അറിയാൻ correct പോലും ഇല്ല. ഒരു അറിയുന്നില്ല. നമ്മൾ ആക്ച്വലി ഇന്നേഴ്സിൽ കേൾക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും ഡീറ്റെയിൽസ് കിട്ടാൻ ഈ പറ്റുന്നത്. അതൊരു പുസ്തകത്തിനിടയിൽ ശ്വാസം എടുക്കുന്നുണ്ട്. നൂമിൻ അതെ, പുസ്തകത്താളിൽ പക്ഷെ അത് ഡാമേജ്, പാട്ടിനെ ഒട്ടും ഡാമേജ് ചെയ്യുന്ന അതാണ്, രീതിയിലാണ്. അതെനിക്ക് തോന്നുന്നത് ആരും പറഞ്ഞു കൊടുത്തിട്ട് വരുന്നതല്ല, അല്ലല്ല, നാച്ചുറൽ ആയിട്ട് അത് naturally വരുന്നതാണ്. അങ്ങനെ വരുന്ന. വളരെ മിടിക്കുകയാണ് ആ കാര്യത്തിൽ. എല്ലാത്തിലും മിടിക്കുകയാണ്. പക്ഷെ ഇന്ന് കുറച്ചൊന്ന് അവളുടെയൊക്കെ ചെറിയൊരു സ്ലിപ്പ് ഉണ്ടായിന്ന് മാത്രം. ഇത് ടഫായിട്ടുള്ള ഒരു പാട്ടാണ്, അതെ, അങ്ങനെ ഈസി ആയിട്ട് പാടാൻ പറ്റുന്ന പാട്ടല്ല. എന്തായാലും മിടിക്കുകയാണ്. താങ്ക് യു. പാട്ടുകാർക്ക് എപ്പോഴും ഈ ശ്വാസവേഗം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുള്ളപ്പോഴാണ് പാട്ട് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ കുഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ തിരിച്ചു വരുന്നേ ഉള്ളൂ മോള്. അപ്പോൾ മോക്ക് കിട്ടിയിരിക്കുന്ന പാട്ടെന്ന് പറഞ്ഞാൽ ലോങ് ഫ്രേസസ് മാത്രമുള്ളൊരു സോങ്ങാണ്. ഇതിനെങ്ങനെ നമുക്ക് പോലും ചിലപ്പോൾ ഈ പാട്ട് ഒരൊറ്റ ശ്വാസത്തിന് പാടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന് ഇടയ്ക്കൊരു സ്പേസ് വേണം ശ്വാസം എടുക്കാനായിട്ട്. ആ രണ്ടാമത്തെ ചരണം പാടിയില്ലേ, ഒരു നമസ്കാരം. അതെ, എൻ്റെ കുഞ്ഞിന് അതങ്ങനെയൊന്നും പാടാൻ പറ്റൂല സാധാരണ ഒരാൾക്കും. ശിവകാമി കുഞ്ഞ് അത് വളരെയധികം ഇൻവോൾവ് ആയിട്ട് പാടി. കോംപ്ലിക്കേറ്റഡ് ടോൺസ്, കോംപ്ലിക്കേറ്റഡ് ടോൺസ് ആണ്. അതെ, കോംപ്ലിക്കേറ്റഡ് നോട്ട്സ്, ടോൺസ്, ഇമോഷൻസ്, ഇതെല്ലാം വരണം ഈ പാട്ടിൽ. വേറൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ മോക്ക് എന്തോ ഒരു ടെൻഷൻ ഉണ്ട്, ഒരു ചെറിയ അങ്ങനെ അങ്കിള് തോന്നി. അങ്ങനെ പക്ഷെ എനിക്കും തോന്നി. കുഴപ്പമില്ല, ചില പാട്ടുകൾ അങ്ങനെ ആയിരിക്കും. അപ്പൊ ശിവകാമി കുഞ്ഞിന് നമുക്ക് ഒരു 97.25 കൊടുത്താലോ മധു? ഞാൻ എന്തായാലും എക്സ്ട്രാ ആഡ് ചെയ്യും. എനിക്ക് ആ ബ്രീത്ത് എനിക്കും ചെയ്ത ടെക്നിക്ക് അത് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ടെക്നിക്ക്, പിന്നെ ആ ചരണം അതിന് കൊടുക്കണം മാർക്ക്. അപ്പൊ എത്ര കൂടി കൊടുക്കും? 0.75. അപ്പൊ എല്ലാവരും കൂടെ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 98. Yes, today. ശിവകാമി കുട്ടിയുടെ പാട്ട് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓട്ടക്കണ്ടിട്ട് അവരെ രണ്ടാളെ നോക്കും, അച്ഛനെയും അമ്മയും. അവരാണ് എപ്പോഴും ഏറ്റവും ഇമോഷണൽ ആയിട്ട്, അത്ര സത്യസന്ധമായിട്ട് ഭയങ്കര ഫീൽ ചെയ്ത് ഇത് കേൾക്കുക. അപ്പൊ ഈ പാട്ട് ഒരു അച്ഛനെ പറ്റിയുള്ള പാട്ടാണല്ലോ. അപ്പൊ നമുക്ക് ചേട്ടനോടും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. പാട്ട് കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാണ്. കാര്യം നമ്മുടെ അച്ഛനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തെ മരിച്ചുപോയി. നമുക്ക് 8-9 വയസ്സായപ്പോഴത്തേക്ക് അച്ഛനും അമ്മയൊക്കെ മരണപ്പെട്ടുപോയി. അപ്പോൾ നമുക്ക് അവരെയൊന്നും ഇങ്ങനെ ശരിക്കും നമ്മളെ കണ്ണ് നിറച്ചൊന്നും കാണാൻ പോലും പറ്റിയിട്ടില്ല. അപ്പോൾ മോള് ഈ വേദിയിൽ ഇങ്ങനെയൊക്കെ പാടിയപ്പോൾ എനിക്കത് കാണാനും ഇങ്ങനെയൊക്കെയുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ഷെഡ്യൂള് മോള് ഇവിടെ നിന്ന് പാടിയിട്ട് പോകുമ്പോൾ തന്നെ മോൾക്ക് നല്ല ചുമയുണ്ടായിരുന്നു. പിന്നെ അവിടെ വീട്ടിൽ ചെന്ന് പിന്നെ മോൾക്ക് നല്ല ചുമയായി. അങ്ങനെ പിന്നെ SATയിൽ പോയപ്പോഴും 6 ദിവസം മോളവിടെ അഡ്മിറ്റായിരുന്നു. അപ്പോൾ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മോള് ഒരുപോലെ ചുമച്ച്. അപ്പോൾ ഡോക്ടറൊക്കെ വന്ന് നോക്കി. അപ്പോൾ നമുക്കങ്ങ് വലിയ ടെൻഷനായിപ്പോയി, ഇത് മാറൂലേ എന്നുള്ളൊരു വലിയ പേടിയായി. വോക്കൽ ടെസ്റ്റൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അതിലൊന്നും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ നമുക്കൊരു മനസ്സമാധാനമായത്. കാരണം ഇനി പാടാൻ പറ്റൂലേ എന്നുള്ളൊരു വലിയ പേടിയായിപ്പോയി. പിന്നെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, അങ്ങനെയൊന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ മോക്ക് എൻഡോസ്കോപ്പി ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ മോക്ക് ഇങ്ങനെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അവിടുത്തെ ENTയുടെ പ്രൊഫസറുണ്ട് ജയപ്രഭ ഡോക്ടർ. മോള ആ സമയത്ത് കരഞ്ഞ സമയത്ത് മോക്കൊരു പാട്ടൊക്കെ പാടി കൊടുത്തിട്ടാണ്. ഡോക്ടർമാരൊക്കെ ഒരുപാട് നമ്മളെ സമാധാനപ്പെടുത്തി, അതൊക്കെ മാറുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടെസ്റ്റ് നടത്തി. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് കഫം ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് അതിങ്ങനെ മൂക്കിൻ്റെ അതിലേക്കൂടെ ഇങ്ങനെ ഒഴുകി തൊണ്ടയിൽ വരുമ്പോഴാണ് മോക്ക് ഇങ്ങനെ ഈ തൊണ്ട കുത്തിയുള്ള ചുമ വരുന്നത്. അപ്പോൾ അതിപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അതൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിപ്പോൾ മാറാൻ വേണ്ടി അവർക്ക് മൂക്കിലടിക്കാൻ ഇങ്ങനെ സ്പ്രേ ഒക്കെ മോക്കൊരു 7 മാസം കണ്ടിന്യൂസ് ആയിട്ട് അടിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളടുത്ത് പേടിക്കേണ്ട, കുഴപ്പമില്ലാതെ പാടുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത സമയത്ത് മോക്ക് പിന്നെ തൊണ്ടയിൽ സംസാരിക്കാനൊന്നും പറ്റാത്ത ഒരു സമയത്ത് പിന്നെ കുറേ നാൾ റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് തന്നെ കഴിഞ്ഞ ഷെഡ്യൂളിൽ നമുക്ക് ഒരുപാട് സമയം കിട്ടി. അപ്പോൾ അത്രയും സമയം കിട്ടിയോണ്ടാണ് മോക്ക് ഇത്തിരിയെങ്കിലും റെസ്റ്റ് എടുക്കാൻ പറ്റിയത്.
അപ്പോൾ ആ സമയത്തൊക്കെ മോൾക്ക് വലിയ പാടായിരുന്നു, പാടാനും സംസാരിക്കാനും ഒക്കെ വലിയ പാടായിരുന്നു. കുറേ റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് ഇപ്പോൾ മോള് വന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഒരുപാട് പേരുടെ പ്രാർത്ഥന, ഒരു ദൈവങ്ങളുടെയൊക്കെ ഒരു എന്തോ ഒരു അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ മോള് പാടുന്നതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നു. ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് പേര് മോളെ വന്ന് കണ്ടിട്ട് പറഞ്ഞു മോൾക്ക് എല്ലാ അസുഖവും മാറും. ആ സമയത്താണ് മിനിസ്റ്റർ ഒക്കെ വിളിച്ചിരുന്നത് അല്ലേ? ആ സമയത്താണ് വൈഫിനെയാണ് ആരോഗ്യമന്ത്രി വീണ മേഡം വിളിച്ചത്. മേഡം ഒരുപാട് കാര്യങ്ങൾ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. സത്യത്തിൽ മേഡത്തിന് ഒരു ദൈവം കൊണ്ടുവന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. കാരണം ഇത്രയും നാള് ഒരു 3 വയസ്സ് തൊട്ടേ മോക്ക് ഒരു ചുമയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് കാരണവും നമുക്ക് ഇതുവരെ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ആ സമയത്ത് എന്തോ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് മേഡം നമ്മളൊന്ന് വിളിച്ചത്. ഞാൻ കാര്യങ്ങളെല്ലാം മേഡത്തിനോട് തുറന്ന് സംസാരിച്ചു. അപ്പം മേഡം ഒരു മന്ത്രി എന്നുള്ള രീതിയിലല്ല ഞങ്ങളോട് സംസാരിച്ചത്. എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്നാണ് മേഡം ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ മേഡം ഹോസ്പിറ്റലിലൊക്കെ വിളിച്ച് ഡോക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അലർജി ശകലം കൂടുതലാണെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഡോക്ടർ ചെന്നപ്പോൾ തന്നെ ഡോക്ടറിൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞ് പാടുന്നത് കൊണ്ട് ഇനി ശ്വാസസംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഡോക്ടറിന് വലിയൊരു ടെൻഷനായിരുന്നു. അപ്പോൾ ഡോക്ടറിന് നമുക്കൊരു കാര്യം ചെയ്യാം, മെഡിക്കൽ കോളേജിലെ കിരീടൻ ഡോക്ടറെ നമുക്ക് കൺസൾട്ട് ചെയ്തിട്ട് പൾമനോജൽ ടെസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ്. അത് ചെയ്തപ്പോഴത്തേക്ക് മോൾക്ക് അങ്ങനെ ശ്വാസസംബന്ധമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഇത്രയും നാളും ഓൾ ആസ്മയെന്ന് പറഞ്ഞ് അടിച്ച സ്പ്രേ ഒന്നും ഇനി വേണ്ട, അവൾക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് വലിയൊരു ആശ്വാസമായി. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം മോക്കില്ല. പിന്നെ ഈ ചുമ അതിങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു പരുവം വരെ നമുക്കതൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മരുന്നൊക്കെ കഴിച്ച് അത് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് എല്ലാം മാറും. പിന്നെ മോക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്ന് മേഡം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് സത്യത്തിൽ നമുക്കൊരു വലിയൊരു സമാധാനമാണ്. ഇത്രയും അത് നമുക്ക് ഈ ഫ്ലവേഴ്സിൽ വന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറ്റിയത് തന്നെ. അപ്പം ഫ്ലവേഴ്സിനോട് നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ജഡ്ജസിനോടും NJ സാറിനോടും എല്ലാവരോടും ഒരുപാട് അത് പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് നമുക്കൊരിതുണ്ട്. ഇത്രയും നാൾ നമുക്ക് എന്താണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു മോളുടെ കാര്യം. ഇപ്പം ഏകദേശമെങ്കിലും ഒന്ന് നമുക്ക് അറിയാൻ പറ്റി. ഇനിയിപ്പം നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ ചെന്നാലും ഡോക്ടേഴ്സിന് മോളെ വലിയ ഇഷ്ടമാണ്. എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി, നമ്മൾ ചെയ്തു തരാമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ശിവകാമി കുഞ്ഞ് ഈ അലർജിയിൽ നിന്ന് മാറി വരും, ഷുവറായിട്ട് മാറി വരും. അത് സാരമില്ല കേട്ടോ. സർ, എങ്ങനെയുണ്ട് ശിവകാമി കുഞ്ഞിന്റെ പാട്ട്? അല്ല, വളരെ ഞാനിങ്ങനെ കാര്യങ്ങൾ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യായിരുന്നു. ഈ കുരുന്ന പ്രതിഭയുടെ സംഗീതത്തോടുള്ള അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു വിധവും അതും ഇത്രത്തോളം പ്രയാസകരമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ വിവരിക്കപ്പെട്ടപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നുകയാണ്. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ഭാവി സംഗീത ലോകത്തേക്ക് കടക്കുന്നതിന് വേണ്ടി ശിവകാമിക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. താങ്ക് യു സർ. ശിവകാമി കുട്ടിക്ക് കിട്ടിയതുപോലെ തന്നെ കേരളത്തിൽ സാധാരണക്കാർക്കും മികച്ച ചികിത്സ സൗജന്യമായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. അതാണ് കേരളത്തിന്റെ ആരോഗ്യ മാതൃക. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനങ്ങൾക്കുള്ള ആരോഗ്യ മന്ദൻ പുരസ്കാരം തുടർച്ചയായിട്ട് 3 തവണയാണ് നമ്മുടെ കേരളത്തിന് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിൽ 7000 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് കേരളം നൽകിയിട്ടുള്ളത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി സംസ്ഥാനം നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായിട്ട് മാറി ഈ പുരസ്കാരം. സംസ്ഥാനത്തെ ദുർബല വിഭാഗങ്ങളിൽ ഉൾപ്പെടെ 41.8 ലക്ഷം കുടുംബങ്ങൾക്കാണ് ആശുപത്രി ചികിത്സകൾക്കായിട്ട് പ്രതിവർഷം 5 ലക്ഷം രൂപയാണ് പദ്ധതിയിലൂടെ സർക്കാർ നൽകുന്നത്. സ്വകാര്യ ആശുപത്രി പരിഗണനയില്ലാതെ സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ ചികിത്സ ലഭിക്കുന്നുണ്ട്. മരുന്നുകൾ, അനുബന്ധ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടറുടെ ഫീസ്, ഓപ്പറേഷൻ തിയേറ്റർ ചാർജ്, ICU ചാർജ്, ഇംപ്ലാന്റ് ചാർജ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. കാരുണ്യ കൂടാതെ മറ്റ് പല പദ്ധതികളും ഉൾപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ടും കുറഞ്ഞ ചിലവിലും മികച്ച ആരോഗ്യ സേവനങ്ങളൊക്കെയും നമ്മുടെ ഗവൺമെന്റ് നൽകുന്നുണ്ട്. ശിവകാമി കുട്ടീനെ കാണാൻ വേണ്ടി മാത്രം വളരെ സ്പെഷ്യലായിട്ട് 3 ആൾക്കാര് വന്നിട്ടുണ്ട്. അവിടെ അവര് ന്യൂയോർക്കിൽ നിന്ന് വരുവാ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഒരു കൊച്ചുമോള് അതുപോലെ വലിയ പാട്ട് പാടുന്നത് ശ്വാസം പിടിച്ചാ ഇവിടെ കേട്ടോണ്ടിരുന്നത്. പക്ഷെ ഇടയ്ക്ക് കണ്ണു നിറഞ്ഞൊഴുകിപ്പോയി എന്നുള്ളതാണ് സത്യം. സന്തോഷായോ? വളരെ സന്തോഷമായി, വളരെ സന്തോഷം. ഓക്കെ, ആന്റിക്കോ? ഒത്തിരി സന്തോഷമായി. ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പൊ താങ്ക് യു കേട്ടോ ശിവാമി കുട്ടി. ബൈ, ടാറ്റാ. സനിൽ സാർ, നമ്മുടെ KSFE കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഞങ്ങളൊക്കെ അതിലൊരു പാർട്ടാണ്. അപ്പൊ സാറിന് എന്താണ് കൂടുതൽ KSFE പറ്റി പറയാനുള്ളത്? KSFE കേരളത്തിന്റെ സാമൂഹ്യ സമ്പദ്ഘടനയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ഒരു സ്ഥാപനമാണ്. കുടുംബങ്ങളുടെ ഒട്ടനവധി ചെറുകിട വ്യവസായികളുടെയൊക്കെ തന്നെ
ജീവിതം കരുപിടിപ്പിക്കുന്നതിന് വേണ്ടി KSFE-യുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, വിശിഷ്യ KSFE-യുടെ ചിട്ടികൾ വളരെയധികം സഹായകരമാണ് എന്നുള്ളതാണ് ഏതാണ്ട് 60 വർഷത്തിനടുത്തെത്തുന്ന KSFE-യുടെ പ്രയാണം ഓരോ കേരളീയനെയും ഓർമ്മിപ്പിക്കുന്നത്. ഇന്നിപ്പോ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ വ്യവസായികളുടെയോ അല്ലെങ്കിൽ സംരംഭകരുടെയോ ഒക്കെ തന്നെ ആവശ്യങ്ങൾ ഓരോന്നോരോന്നായി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ചിട്ടികൾ KSFE പുറത്തെടുക്കുന്നുണ്ട്. വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആയിരങ്ങളിലൂടെ ലക്ഷങ്ങളിലേക്ക് എത്തുന്നതാണ് ചിട്ടികളുടെ ഒരു പ്രത്യേകത. ചെറുകിട സംരംഭകരെയോ വ്യവസായികളെയോ ഒക്കെ സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങളിലൂടെ കോടികളിലേക്ക് എത്തുന്നതിന് വേണ്ടി അവർക്ക് കഴിയുന്നു. അപ്പോൾ കുറേശ്ശെ സമ്പാദിച്ചുകൊണ്ട് അതിൽ ആദായം കൂടി ലഭ്യമായിക്കൊണ്ട് വലിയ തുക അവരുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ജീവിത സന്ദർഭത്തിൽ അല്ലെങ്കിൽ അവരുടെ വ്യവസായ സംരംഭങ്ങളോ മറ്റോ ഉയർത്തിയെടുക്കുന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നിലയിലേക്ക് KSFE ചിട്ടികൾ മറ്റേതൊരു ധനകാര്യ രംഗത്തുള്ള ഉൽപ്പന്നങ്ങളെയോ സേവനങ്ങളെയോ വച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അതിനേക്കാൾ ഏറെ മെച്ചപ്പെട്ട ഒരു സാഹചര്യമാണ് KSFE-യുടെ സേവനങ്ങളിലൂടെ, ഉൽപ്പന്നങ്ങളിലൂടെ, വിശിഷ്യ KSFE ചിട്ടികളിലൂടെ ഒരുങ്ങുന്നത്. ഇപ്പോൾ പല നിലയിലുള്ള പ്രലോഭനങ്ങൾക്ക് നമ്മൾ അടിമപ്പെടാറുണ്ട്. എന്നാൽ KSFE ചിട്ടികൾ ഒരേ സമയം ആദായവും സുരക്ഷയും ഉറപ്പാക്കുകയാണ് നമ്മുടെ സമ്പാദ്യങ്ങൾക്ക്. അപ്പൊ ആ നിലയിൽ KSFE-യുമായി ബന്ധപ്പെട്ട് കുറെ അധികം നാളുകളായിട്ടുള്ള ഇടപാടുകാർ എവിടെയൊക്കെ ഉണ്ടോ അവർക്കൊക്കെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സേവനങ്ങൾ ആധുനീകരിച്ച നിലയിൽ ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ തന്നെ കോർത്തിണക്കിക്കൊണ്ടാണ് പോകുന്നത്. പുതിയ തലമുറ തൊഴിലെടുക്കുന്നവർക്കുൾപ്പെടെ വലിയ ഒരു നിലയിൽ സഹായകരമായിട്ട് അവരുടെ നിക്ഷേപങ്ങളൊക്കെ സുരക്ഷിതമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായമായി KSFE-യുടെ ചിട്ടികൾ മാറുന്നുണ്ട്. നമുക്കറിയാം ഇതിപ്പോ ഓഹരി വിപണി എപ്പോഴും ചാഞ്ചാട്ടത്തിലാണ്. അതുപോലെ തന്നെ സ്വർണ്ണവില ഇപ്പൊ കുതിച്ചുയരുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് താഴുന്നത് നമുക്ക് കാണാം. കോവിഡാനന്തര ഒരു സാഹചര്യം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിലേക്കുള്ള നിക്ഷേപങ്ങൾക്ക് ഒരു സ്ഥിരതയും ആദായത്തിന്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇവിടെയൊക്കെയാണ് KSFE ചിട്ടികളുടെ പ്രത്യേകത. ഏത് അനിശ്ചിതത്വം നിറഞ്ഞ സാമ്പത്തിക കാലാവസ്ഥ നിലനിന്നോട്ടെ അപ്പോഴൊക്കെ തന്നെ സ്ഥിരമായി KSFE-യുടെ ചിട്ടികളിൽ മറ്റു ഉൽപ്പന്നങ്ങളിലൊക്കെ തന്നെ നല്ല നിലയിലുള്ള ആദായം ലഭ്യമാകുന്നു. ഇതൊക്കെ കൊണ്ടാണ് കേരളത്തിൽ അതുപോലെ തന്നെ കേരളീയരുടെ മനസ്സിലൊക്കെ തന്നെ KSFE കൂടുതൽ സ്വീകാര്യത വന്നിട്ടുള്ളത്. 1 ലക്ഷം കോടി എന്ന ബൃഹത്തായ ഒരു ബിസിനസ് ലക്ഷ്യം കൈവരിച്ചിട്ടുള്ള രാജ്യത്തെ 1-ാം നമ്പർ മിസലേനിയസ് നോൺ ബാങ്കിങ് കമ്പനിയായി KSFE മാറിയതും ഈ കാരണങ്ങൾ കൊണ്ടാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ KSFE ഇനിയും മുന്നോട്ട് ഒരുപാട് വളരട്ടെ. ഇവിടെ വന്നതിലും ഞങ്ങളെ നേരിട്ട് കാണാനായിട്ട് ഇന്നിവിടെ എത്തിയതിലും ടോപ്പ് സിംഗറിന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ താങ്ക് യു അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. അപ്പൊ ഇതുപോലെ തന്നെ ഒരു കിടിലൻ എപ്പിസോഡുമായിട്ട് നമ്മൾ നാളെ ഇതേ സമയത്ത് വീണ്ടും കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ ബൈ, സീ യു.